ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ദിവസവും കാണുന്ന, ഒരുപക്ഷെ ചെയ്യുന്ന വളരെ ലളിതമായ ഒന്നാണ് തസ്ബീഹ്. പക്ഷേ ഈ ചെറിയൊരു ശീലം നമ്മുടെ തലച്ചോറിനുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ അതിന്റെ ഉള്ളറകളിലേക്ക്, അതിന്റെ ശാസ്ത്രത്തിലേക്ക് ഒന്നെത്തി നോക്കാൻ പോവുകയാണ്. അപ്പോ നമ്മുടെ പ്രധാന ചോദ്യം ഇതാണ്: ഒരേ കാര്യം ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനമില്ലേ, അതിന് പിന്നിൽ വെറും ഒരു വിശ്വാസം മാത്രമാണോ, അതോ നമ്മുടെ തലച്ചോറിനുള്ളിൽ ശരിക്കും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ അതൊരു വെറും തോന്നലേ അല്ല. അതൊരു കംപ്ലീറ്റ് ന്യൂറോളജിക്കൽ റീസെറ്റാണ്. നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം തന്നെ മാറുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്നൊന്ന് കീറി മുറിച്ച് നോക്കാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ പ്രക്രിയയിൽ ആദ്യം തന്നെ മാറ്റം വരുന്നത് നമ്മുടെ മസ്തിഷ്ക തരംഗങ്ങൾക്കാണ്. അതായത് നമ്മുടെ ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ഫ്രീക്വൻസിക്ക് ഒരു പുതിയ താളം കൈവരുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ആൽഫ തരംഗങ്ങളാണ്. ഇതിനെ ഒരു റിലാക്സ്ഡ് അലേർട്ട്നെസ് എന്ന് പറയാം. അതായത് നമ്മൾ നല്ല റിലാക്സ്ഡ് ആണ്, പക്ഷേ നല്ല ഉണർവോടെ ഇരിക്കുകയുമാണ്. ഈ തരംഗങ്ങൾ നമ്മുടെ ബോധമനസ്സും ഉപബോധമനസ്സും തമ്മിലുള്ള ഒരു പാലം പോലെ പ്രവർത്തിച്ച് ആ ഒരു മാനസികമായ അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ഇനി അടുത്തത് തീറ്റ തരംഗങ്ങൾ. ഇത് കുറച്ചുകൂടി ഡീപ്പാണ്. നമ്മൾ ആഴത്തിൽ ധ്യാനിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന സിഗ്നലുകളാണിത്. നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെ ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്യാനും സ്ട്രെസ്സും ടെൻഷനുമൊക്കെ നിയന്ത്രിക്കാനും ഇത് ശരിക്കും സഹായിക്കും. അപ്പോൾ നോക്കിക്കേ, ഇത് രണ്ടും തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ സംഭവം ക്ലിയറാകും. ആൽഫ തരംഗങ്ങൾ നമ്മളെ ശാന്തവും എന്നാൽ ജാഗരൂകരുമാക്കി വയ്ക്കുന്നു. അതേസമയം തീറ്റ തരംഗങ്ങൾ നമ്മുടെ വൈകാരികമായ നിയന്ത്രണത്തിന് സഹായിക്കുന്നു. ഈ രണ്ടും കൂടെ ചേരുമ്പോഴാണ് ആ ഒരു കംപ്ലീറ്റ് ശാന്തത നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ബ്രെയിൻ വേവ്സ് മാറി. ഇനി എന്ത് സംഭവിക്കും? ഈ പുതിയ തരംഗങ്ങൾ നമ്മുടെ തലച്ചോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ, നമ്മുടെ കമാൻഡ് സെന്ററിനെ സ്വാധീനിക്കാൻ തുടങ്ങും. അതാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ നമ്മുടെ തലച്ചോറിന്റെ ഒരു CEO എന്ന് വിളിക്കാം. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും നമ്മുടെ പെരുമാറ്റം നിയന്ത്രിക്കുന്നതുമെല്ലാം ഈ CEO ആണ്. നമ്മൾ തസ്ബീഹ് ചൊല്ലുമ്പോൾ ഈ CEOയ്ക്ക് നല്ല ഒന്നാന്തരം ഒരു മെന്റൽ വർക്കൗട്ടാണ് കിട്ടുന്നത്. അതിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടും. അപ്പോൾ ഈ CEOയ്ക്ക് നല്ലൊരു വർക്കൗട്ട് കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് നോക്കിയാലോ? നമ്മുടെ ശ്രദ്ധയും അച്ചടക്കവും കൂടും. പെട്ടെന്ന് ദേഷ്യം വരുന്നത്, എടുത്തുചാടി ഓരോന്ന് ചെയ്യുന്നത് ഒക്കെ കുറയും. ആത്മനിയന്ത്രണം കൂടും. പോലാത്തതിന് നമ്മുടെ ഓർമ്മശക്തിയുടെ കേന്ദ്രമായ ഹിപ്പോ ക്യാമ്പസിനെയും ഇത് ഉണർത്തും. ഇനി തലച്ചോറിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പവർ ഷിഫ്റ്റിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു വശത്ത് നമ്മുടെ CEO കൂടുതൽ ശക്തനാകുമ്പോൾ മറുവശത്ത് തലച്ചോറിന്റെ അലാറം സിസ്റ്റം പതിയെ ശാന്തമാവാൻ തുടങ്ങും. നമ്മുടെ ഭയത്തിന്റെ കേന്ദ്രമെന്ന് പറയാവുന്ന അമിഗ്ഡാലയുടെ കാര്യമാണിത്. അപ്പോൾ നമ്മുടെ ആ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്, അതായത് പേടി വരുമ്പോൾ ഓടാനോ തിരിച്ചടിക്കാനോ തോന്നുന്ന ആ ഒരു അവസ്ഥ, അത് എങ്ങനെയാണ് ഓഫാകുന്നത്? സ്റ്റെപ്പ് 1, ഭയത്തിന്റെ കേന്ദ്രമായ അമിഗ്ഡാലയുടെ പ്രവർത്തനം കുറയും. സ്റ്റെപ്പ് 2, അതോടെ നമ്മുടെ ടെൻഷനും ഉത്കണ്ഠയ്ക്കുമൊക്കെ കാരണമാകുന്ന ആ ഒരു അലാറം സിസ്റ്റം പതിയെ ഓഫാകും. സ്റ്റെപ്പ് 3, ഇത് സ്ഥിരമായി ചെയ്യുമ്പോൾ തലച്ചോറിൽ പുതിയ വഴികൾ, അതായത് ന്യൂറൽ പാതകൾ രൂപം കൊള്ളും. ഇത് നമ്മളെ വൈകാരികമായി കൂടുതൽ കരുത്തരാക്കും. അപ്പോൾ ഇത് വെറും തലച്ചോറിന്റെ മാത്രം കളിയല്ല. മനസ്സ് ശാന്തമാകുമ്പോൾ അത് ശരീരം മുഴുവൻ അറിയും. തലച്ചോറിൽ തുടങ്ങുന്ന ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ശരീരം മുഴുവൻ ഒരു റീസെറ്റിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നോക്കാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വാഗസ് നാഡിക്കാണ്. നമ്മുടെ തലച്ചോറും ശരീരവും തമ്മിലുള്ള ഒരു സൂപ്പർ ഹൈവേ ആണിത്. നമ്മൾ താളത്തിൽ മുത്തുകൾ എണ്ണുകയും പ്രാർത്ഥനകൾ ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് ഈ വാഗസ് നാഡിയെ മെല്ലെ ഉത്തേജിപ്പിക്കുന്നു. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. താളത്തിലുള്ള ആവർത്തനം വാഗസ് നാഡിയെ സജീവമാക്കുന്നു, അല്ലേ? അത് നമ്മുടെ ഹൃദയമിടിപ്പ് കുറയ്ക്കും. കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിന്റെ അളവും കുറയ്ക്കും. ശരീരം ഇങ്ങനെ വിശ്രമിക്കുക, ദഹിപ്പിക്കുക എന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ തലച്ചോറ് നമുക്ക് സന്തോഷം തരുന്ന സെറോട്ടോണിൻ, ഡോപ്പാമിൻ പോലുള്ള കെമിക്കലുകൾ പുറത്തുവിടും. ഇനി നമുക്ക് ആ തസ്ബീഹ്മാലയുടെ കാര്യത്തിലേക്ക് വരാം. അതായത് നമ്മൾ കൈകൊണ്ട് തൊടുന്ന ആ ഒരു ആക്ഷനില്ലേ, അതിന് പിന്നിലുമുണ്ടൊരു കിടിലൻ ന്യൂറോളജി. അതാണ് സ്പർശനത്തിന്റെ ശക്തി, അല്ലെങ്കിൽ ഗ്രൗണ്ടിംഗ് എഫക്റ്റ്. നമ്മുടെ മനസ്സ് എപ്പോഴും ഓരോരോ ചിന്തകളിലേക്ക് അലഞ്ഞു തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ കൈയിലുള്ള മുത്തുകളിലെ ആ സ്പർശനം ഒരു നങ്കൂരം പോലെയാണ്. ചിന്തകൾ കാട് കയറുമ്പോൾ ആ സ്പർശനം നമ്മുടെ ശ്രദ്ധയെ തിരിച്ച് ഇപ്പോഴുള്ള ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരും. ഇതൊരു തരം മൈക്രോ റീസെറ്റാണ്. അപ്പോൾ ഇങ്ങനെ കയ്യിലൊരു ആങ്കർ ഉണ്ടാവുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? 1, നമ്മൾ നേരത്തെ പറഞ്ഞപോലെ അലയുന്ന ചിന്തകൾക്ക് അതൊരു മൈക്രോ റീസെറ്റ് കൊടുക്കും. 2, നമ്മൾ വായിൽ പ്രാർത്ഥന ചൊല്ലുന്നു, കൈകൊണ്ട് എണ്ണുന്നു.
ഈ രണ്ട് പ്രവൃത്തികളും ഒരേ സമയം നടക്കുമ്പോൾ തലച്ചോറിന്റെ ഇടത് വലത് ഭാഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു അടിപൊളി സിങ്ക്രണൈസേഷൻ. അപ്പോ നമ്മൾ ഈ പറഞ്ഞു വന്നതിന്റെ എല്ലാം ഒരു ചുരുക്കം ഇതാണ്. ഒരു ചെറിയ സ്പർശനത്തിൽ തുടങ്ങി ശരീരം മുഴുവൻ റീസെറ്റ് ചെയ്യുന്ന ഈ പ്രക്രിയയിലൂടെ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ കൂടുതൽ ശാന്തവും ശക്തവുമാകാൻ സജീവമായി പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്. നമ്മുടെ ഇന്നത്തെ കാലത്തെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായേക്കാവുന്ന ഇതുപോലുള്ള എത്രത്ര താക്കോലുകൾ പുരാതനമായ അറിവുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകും, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.